ഹായ് ടു ഓൾ ഡിയർ ലോ ആസ്പിരൻസ് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജാമിയ മിലിയ ഇസ്ലാമിയ LLB എൻട്രൻസ് എക്സാമിനേഷൻ്റെ ലീഗലിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷനാണ്. നമ്മൾ ഇതിന് മുന്നേ ഒരു പാർട്ട് 1 ഓഫ് ദിസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരുപാട് ലീഗൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങളാണ് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞത് കുറച്ചുകൂടി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആരെങ്കിലും ഇപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാൻ ജാമിയയിൽ LLBയിൽ വരുന്ന ചോദ്യങ്ങളുടെ ഒരു പാറ്റേണിൻ്റെ ഡിസ്കഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ്സ് വിൽ ഹാവ് ദി സെയിം ലീഗൽ എഫക്ട് ആസ് പേപ്പർ റെക്കോർഡ്സ് ആസ് പെർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് റെക്കോർഡ്സിന് പേപ്പർ റെക്കോർഡ്സിനോട് സമാനമായ വാല്യൂ ഉണ്ട് ലോയിൽ എന്ന് പറയുന്നത് ഏത് സ്റ്റാറ്റ്യൂട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത, ചോദ്യങ്ങൾ പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ നിന്നാണ് അല്ലേ. ഭാരതീയ സാക്ഷ്യാധിനിയം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് അറിയുന്ന ആ മാറ്റങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപക്ഷെ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡുമായി പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഉത്തരം കിട്ടും എന്ന് ഞാൻ പറയുന്നു. കാരണം നമ്മളതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പുതിയ ക്രിമിനൽ നിയമങ്ങളിലെ മാറ്റങ്ങൾ എന്ത്, ചേഞ്ചസ് ഇൻ ന്യൂ ക്രിമിനൽ ലോസ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഇതിനു വേണ്ടി മാത്രം ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. BNSനെ കുറിച്ച് കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ അതിൽ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 15ഓളം പേജുകൾ വരുന്ന. അതിന് പുറമെ പുതിയ ക്രിമിനൽ നിയമങ്ങളിലെ മാറ്റങ്ങൾ എന്ത് എന്ന് പറയുന്നൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്. അതിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറഞ്ഞാൽ എന്താ. ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി വന്ന പുതിയ ക്രിമിനൽ നിയമമാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇനി മുതൽ ഇലക്ട്രോണിക് റെക്കോർഡ്സിന്, ഡിജിറ്റൽ റെക്കോർഡ്സിന് പേപ്പർ റെക്കോർഡ്സിനോട് സമാനമായ വാല്യൂ ഉണ്ട് എന്ന് എവിഡൻസ് ആക്ട്, പുതിയ എവിഡൻസ് ആക്ടായ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം എന്താ. ദ ഭാരതീയ ന്യായ സംഹിത 2023 ആഡ്സ് ന്യൂ ഒഫൻസസ്. വൺ ഓഫ് ദം ഇസ്. ഭാരതീയ ന്യായ സംഹിത പുതിയ ഒരുപാട് ഒഫൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പഴയ കുറേ ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത ഒഫൻസുകളിൽ ഇതിൽ ഏതാണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോസിംഗ് ഗ്രീവിയസ് ഹർട്ട് ഉണ്ടോ? കോസിംഗ് ഗ്രീവിയസ് ഹർട്ട് IPCയിൽ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് പുതിയ ഒഫൻസ് അല്ല. ടെററിസം ഉണ്ടോ? ടെററിസം IPCയിൽ ഉണ്ടായിരുന്നോ? വോയറിസം ഉണ്ടോ? വോയറസ് IPCയിൽ ഉണ്ടായിരുന്നോ? സ്റ്റോക്കിംഗ് ഉണ്ടായിരുന്നോ? യെസ്, വോയറസവും സ്റ്റോക്കിങ്ങും IPCയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഉണ്ടാവാതിരുന്നൊരു പ്രൊവിഷൻ എന്താ? ടെററിസമാണ്. ടെററിസം പുതിയതായിട്ട് BNSലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു കുട്ടി അസൈൻമെൻറ്റ് എന്നോണം ടെററിസത്തിൻ്റെ BNSലെ ഡെഫിനിഷൻ പറയുന്ന സെക്ഷൻ ഏതാണ്? അതേതാണെന്ന് കണ്ടെത്തിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ. ഇൻവെൻഡോ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദി ടോർട്ട് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻവെൻഡോ ഏത് ടോർട്ടിലാണ് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത്? ഓപ്ഷൻ എ മാലിഷ്യസ് പ്രോസിക്യൂഷൻ, ഓപ്ഷൻ ബി അസോൾട്ട്, ഓപ്ഷൻ സി ഡിഫമേഷൻ, ഓപ്ഷൻ ഡി ട്രസ്പാസ്. ഇൻവെൻഡോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇൻവെൻഡോ ടോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഏത് ടോർട്ടുമായി ബന്ധപ്പെട്ടതാണ്? ഡിഫമേഷൻ എന്ന ടോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഡിഫമേഷൻ 3 തരമുണ്ട്. ലിബൽ, എഴുത്താലെയുള്ള, എഴുതിക്കൊണ്ടുള്ള, പെർമനൻ്റ് ആയിട്ടുള്ള ഡിഫമേഷൻ. സ്ലാൻഡർ, വാക്കാലെയുള്ള, നാവുകൊണ്ടുള്ള, പിന്നെന്താ പറയുക, ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ഈ ടെമ്പററി ആയിട്ടുള്ള ഡിഫമേഷൻ. അതാണ് ലിബൽ, സ്ലാൻഡർ. മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ഇൻവെൻഡോ. ഇൻവെൻഡോ എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് എന്ത് തോന്നില്ല, അതിൽ കുഴപ്പം തോന്നില്ല. പക്ഷേ അതിനകത്ത് എവിടെയോ ഒരാളെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമുണ്ട്. കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരാൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെക്കുറിച്ചൊരു പരാമർശം നടത്തിയത് കേരള ചരിത്രത്തിൽ തന്നെ ഇപ്പോൾ വലിയൊരു വിവാദമായിട്ടും അതിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റിമാർക്സൊക്കെ ഒരാളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിമാർക്സിനെ നമുക്ക് എന്തിലാണ് പെടുത്താൻ പറ്റുക? ഇൻവെൻഡോയിലാണ് പെടുത്താൻ പറ്റുക. ഇൻവെൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ഡിഫമേഷൻ, ഇൻഡയറക്റ്റ് ആയിട്ട് ഡിഫെയിം ചെയ്യുക. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ ആരെങ്കിലും ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് കോച്ചിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിക്ക് സാധിക്കും. കഴിഞ്ഞ എത്രയോ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാം ഏതൊക്കെ എക്സാമിന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്, ഏതെന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ ഏരിയ നിങ്ങൾക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം, ഒഴിവാക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതിനെ കൊണ്ട് തയ്യാറെടുക്കുന്ന നിങ്ങളെ പ്രോപ്പറായിട്ടൊരു എക്സാമിന് തയ്യാറെടുപ്പിക്കാൻ
ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ഒരു കോച്ചിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ലോമനൻസ് ജോബ് സെക്യൂറിയുടെ ക്രാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് അഡ്മിഷൻസ് സെക്യൂർ ചെയ്യാം. 250ഓളം ആക്ച്വൽ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗൈഡ് തന്നെ ലോമനൻസ് ജോബ് സെക്യൂറൊക്കെ ഉണ്ട്. ലോമനൻസ് ആപ്പിൻ്റെ ആക്സസ് ഉണ്ട്. ഒരുപാട് അഡീഷണൽ വീഡിയോസ് ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ്. ക്ലീ എക്സാമിനേഷൻ വരെ, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ വരെ ഞങ്ങൾ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ കേരളത്തിലെ തന്നെ മികച്ച ലോ എൻട്രൻസ് ഫാക്കൽറ്റീസിൻ്റെ ഗൈഡൻസോട് കൂടി ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ വിളിച്ചോ, ലോമനൻസ് ജോബ് സെക്യൂറിൽ അഡ്മിഷൻ എടുത്തോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ആർ ദർ ഇൻ ദി UN സെക്യൂരിറ്റി കൗൺസിൽ? UN സെക്യൂരിറ്റി കൗൺസിലിൽ എത്ര നോൺ പെർമനൻറ്റ് മെമ്പേഴ്സാണ് ഉള്ളതെന്നുള്ളതാണ്. ഇത് പക്ക ലീഗൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും ഇൻ്റർനാഷണൽ ലോയിൽ നിന്നും വരുന്ന ഒരു ചോദ്യം എന്നോണം ഇതിന് ലീഗലി റിലവൻസ് ഉണ്ട്. 10 എന്നുള്ളതാണ് ഉത്തരം. അതായത് നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് UN സെക്യൂരിറ്റി കൗൺസിലിൽ 10 പേരാണ് ഉള്ളത്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത കണ്ട അപ്പോൾ പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇത് നമ്മൾ കൃത്യമായി അസസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഗൈഡിൽ ഞങ്ങൾ പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും പുതിയ ക്രിമിനൽ നിയമങ്ങളിലെ മാറ്റങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ജാമ്യയുടെ മുൻ വർഷത്തെ ഒരു LLB എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേപ്പറിൽ വന്ന ചോദ്യമാണ്. അപ്പോൾ പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ നിന്നും ചോദ്യമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത മാൻഡേറ്റ്സ് ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഒഫൻസസ് പണിഷബിൾ വിത്ത് അറ്റ്ലീസ്റ്റ് ഡാഷ് ഇയേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മിനിമം എത്ര വർഷം വരെയുള്ള ഒഫൻസുകളിലാണ് നിർബന്ധമായിട്ടും ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന് BNSS നിർബന്ധിക്കുന്നത്? 7 വർഷം എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ 7 വർഷം വരെ അല്ലെങ്കിൽ 7 വർഷത്തിന് മുകളിൽ പണിഷ്മെൻറ്റ് കൊടുക്കാവുന്ന ഒഫൻസുകളിൽ നമുക്ക് ഇനി മുതൽ ഇന്ത്യയിൽ എന്തും കൂടി വേണം, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ കൃത്യമായി ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനും വേണം. BNSSൻ്റെ പ്രൊവിഷൻ പറയുന്നത് ഇനി അഥവാ നിങ്ങളുടെ സംസ്ഥാനത്തിന് ഫോറൻസിക് സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ അയൽ സംസ്ഥാനത്ത് നിന്ന് സഹായം തേടിയിട്ടാണെങ്കിലും ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നുള്ളതാണ് പറഞ്ഞ് വെക്കുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രൊവിഷനർത്ഥം. അടുത്ത ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പെർജറി ഇൻ ലോ മീൻസ്, ലോയിൽ പെർജറി എന്ന് പറഞ്ഞാൽ എന്താ? പെർജറി നോക്കാം. ഫോർജറി ഉണ്ട്, പെർജറി ഉണ്ട്, രണ്ടും തമ്മിൽ മാറരുത്. പെർജറി മീൻസ് intentionally making false statements in a court of law, decisions made by the jury giving prejudiced verdicts when the judge decides as per the jury. ഈ പെർജറിയിലെ ജൂറിനെ വെച്ചിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് കൊനിഷ്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ, ശ്രദ്ധിക്കുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഇൻറ്റൻഷണലി മേക്കിംഗ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്സിന് കോർട്ട് ഓഫ് ലോ, കോടതിയുടെ മുന്നിൽ പോയിട്ട് കള്ള മൊഴികൾ പറയുന്നത്, കള്ള സാക്ഷി പറയുന്നത്, വ്യാജമായ കാര്യങ്ങൾ പറയുന്നത്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? പെർജറി എന്ന് പറയാം. എന്നാൽ ഫോർജറി എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതെന്താണെന്നുള്ളത് ക്രിമിനൽ ലോ പഠിച്ച ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തൊരു ചോദ്യം, ഇന്ത്യ ഈസ് നോട്ട് എ പാർട്ടി ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻ്റർനാഷണൽ ട്രീറ്റി? താഴെ തന്ന ഇൻ്റർനാഷണൽ ട്രീറ്റീസിൽ ഇന്ത്യ ഭാഗവാക്കല്ലാത്തത് ഏതിൻ്റെയാണ് എന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ കവണൻ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, എക്കോസോക് എന്നാണ് നമ്മൾ അതിനെ പറയുക. കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ്, ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, കൺവെൻഷൻ അഗെയിൻസ്റ്റ് ടോർച്ചർ ആൻഡ് അതർ ക്രൂവൽ, ഇൻഹ്യൂമൻ, ഡിഗ്രേഡിംഗ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ്. കൺവെൻഷൻ അഗെയിൻസ്റ്റ് ടോർച്ചർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യ അതിലെന്തല്ല പാർട്ടിയല്ല, ഇന്ത്യ അതിൽ ആ ട്രീറ്റിയുടെ ഭാഗമല്ല ഇന്ത്യ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോളുക. യെസ്, അടുത്ത ചോദ്യം, ഹൂ ഈസ് ഓതറൈസ്ഡ് ടു ഇനീഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെൻറ്റ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വൈസ് പ്രസിഡന്റ്, ഓപ്ഷൻ ബി ലോക്സഭ, ഓപ്ഷൻ സി ഐദർ ഹൗസസ് ഓഫ് പാർലമെന്റ് എന്നാണ് കേട്ടോ വേണ്ടത്. ഐദർ ഹൗസ് ഓഫ് പാർലമെന്റ് എന്നാണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. രാജ്യസഭ എന്നും പറയുന്നുണ്ട്. അല്ല, ഐദർ ഹൗസ് ഓഫ് പാർലമെന്റ്. യെസ്, ഐദർ ഹൗസ് ഓഫ് പാർലമെന്റും കറക്റ്റാണ്. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താ? കറക്റ്റ് ആൻസർ വരുന്നത് ഐദർ ഹൗസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിൻ്റെ ഏത് ഹൗസിനും വേണമെങ്കിലും എന്ത് ചെയ്യാം? പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇനീഷ്യേറ്റ് ചെയ്യാം. രാജ്യസഭ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യണമെന്നില്ല, ലോക്സഭ ഇനീഷ്യേറ്റ് ചെയ്താലും മതി. ലോക്സഭ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യണമെന്നില്ല, രാജ്യസഭ ഇനീഷ്യേറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇംപീച്ച്മെൻറ്റ് ആർക്കും, രണ്ട് ഹൗസിനും ചെയ്യാം. ദ കേസ് റിലേറ്റിംഗ് ടു ഇലക്ട്രൽ ബോണ്ട്, കണ്ട ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മാരിറ്റൽ റേപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസ് അല്ലേ, പുതിയ കേസാണ്. ഇതും പുതിയ കേസാണ്, ഇലക്ട്രൽ ബോണ്ടുമായി. അപ്പോൾ പുതിയ കേസുകളാണ് ചോദിക്കുന്നത്, അല്ലാതെ പഴയ ചോദിക്കുന്നില്ല. പണ്ടത്തെ കേശവാനന്ദ ഭാരതിയൊക്കെ പഠിച്ചു പോയിട്ട് ഇപ്പോൾ കാര്യമില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെ പഠിക്കണം. ജാമ്യയുടെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പുതിയ കേസ് നോക്കി പോകണം. ലോമനൻസ് ജോബ് സെക്യൂരിറ്റി ഗൈഡ് നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സിൽ 68 ശേഷം താഴേക്ക് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഞങ്ങൾ ഗൈഡ് റിലീസ് ചെയ്യുന്നതിൻ്റെ 3 ദിവസം മുന്നേ വരെയുള്ള ജഡ്ജ്മെൻറ്റുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ കാരണം? ഇത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കോച്ചിങ് എടുക്കുമ്പോഴുള്ള ഗുണം അതാണ്. കോച്ചിങ് സെൻറ്റേഴ്സിന് അല്ലെങ്കിൽ ക്ലാസ് നൽകുന്ന ആളുകൾക്ക് ഇതിൽ കുറേ വർഷങ്ങളുടെ പരിജ്ഞാനം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഏത് വരും, ഏത് വരില്ല, ഏതാണ് വരാൻ സാധ്യത. അതെന്താ വെച്ചാൽ ഞങ്ങളുടെ അനുഭവം കൊണ്ടാണ്, ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നതിനെ കൊണ്ടല്ല.
ഞങ്ങളുടെ അനുഭവം കൂടെ കാരണം ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ പേപ്പർ ഇങ്ങനെ കണ്ണോടിച്ച് പോവുകയാണ്. അപ്പോൾ ജാമ്യയിൽ ഇത് വരാറുണ്ട്. പുതിയ വർഷത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. AMUവിൽ മുസ്ലിം ലോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും ചോദ്യപേപ്പറിൽ ചോദിക്കാറുണ്ട്. AMUവിൽ AMUവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും ചോദ്യപേപ്പറിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കേസ് എന്താ? ഇലക്ട്രൽ ബോണ്ട് കേസ് ഏതാ? കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണോ? അസോസിയേഷൻ ഡെമോക്രാറ്റിക് റിഫോംസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണോ? കോമൺ കോസ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ? പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? എന്താണ് കറക്റ്റ് ആൻസർ? അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കഴിഞ്ഞ വർഷം വന്ന പ്രധാനപ്പെട്ട വിധിന്യായങ്ങളിൽ ഒന്നാണ്. ആ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇലക്ട്രൽ ബോണ്ട് കേസിന്റെ ജഡ്ജ്മെന്റ് പഠിക്കുക. യെസ്, ഹു ക്യാൻ ബി ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? വൺ ഹു ഹാസ് ബീൻ ആർക്കാണ് ഈ തന്നിരിക്കുന്നവയിൽ പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ആവാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടിനാവാം, ഓപ്ഷൻ ബി ജഡ്ജ് ഓഫ് ഹൈക്കോർട്ടിനാവാം, ഓപ്ഷൻ ബി ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആവാം, നൺ ഓഫ് ദി എബോവ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താ? സുപ്രീം കോടതിയിൽ ജഡ്ജായിട്ടിരുന്ന ഒരാൾക്ക് പിന്നെന്താവാൻ പറ്റുള്ളൂ? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ആവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സുപ്രീം കോടതിയിൽ ജഡ്ജായിട്ടിരുന്ന ആൾ റിട്ടയർമെന്റിന് ശേഷം ചിലപ്പോൾ എന്താവും? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരാം. ടെസ്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് വരുന്നത് എ പേഴ്സൺ ഹു മേക്സ് ദ വിൽ ഉണ്ടാക്കുന്ന ആൾ, എ പേഴ്സൺ ഹു ടെസ്റ്റിഫൈസ് ഇൻ വില്ലിൽ ടെസ്റ്റിഫൈ ചെയ്യുന്ന ആൾ, ടെസ്റ്റിഫൈസ് ഇൻ കോർട്ട് കോടതിയിൽ ടെസ്റ്റിഫൈ ചെയ്യുന്ന ആൾ, എ പേഴ്സൺ ഹു ടെസ്റ്റ് ടോക്സിക് സബ്സ്റ്റൻസസ് ഇൻ എ ലബോറട്ടറി, പേഴ്സൺ ഹു അപ്രൂവ്സ് ബിൽഡിങ്സ് ബിഫോർ സീൽ. അപ്പോൾ ആ അവസാനത്തെ രണ്ട് ഓപ്ഷനും കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. ടെസ്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ആർക്കാണോ വില്ല് അല്ലെങ്കിൽ ആരുടെയൊക്കെ പേരിലാണോ വില്ല് ഉണ്ടാക്കപ്പെടുന്നത് അവരെന്താണ് വിളിക്കുക? അത് കണ്ടെത്തിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ? ഒരുപക്ഷെ GK-യുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും ഹൈക്കോടതിയുമായി ബന്ധമുള്ളതുകൊണ്ട് ഞാൻ ചർച്ച ചെയ്യുന്നു. ഹൈക്കോർട്ട് ഓഫ് മദ്രാസ്, ഹൈക്കോർട്ട് ഓഫ് കൽക്കത്ത, ഹൈക്കോർട്ട് ഓഫ് ബോംബെ ആൻഡ് ഹൈക്കോർട്ട് ഓഫ് അലഹബാദിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താ? കൽക്കത്ത ഹൈക്കോടതിയാണ് ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് എന്ന് അറിയപ്പെടുന്നത്. റെഗുലേഷൻസ് ദ മാനുഫാക്ചർ, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് ഫുഡ് ആർട്ടിക്കിൾസ് ഇൻ ഇന്ത്യ. ഡാഷ് റെഗുലേറ്റ്സ് അല്ലേ? ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലെ ഫുഡിൻ്റെ സെയില്, ഡിസ്ട്രിബ്യൂഷൻ, മാനുഫാക്ചറിങ് തുടങ്ങിയ കാര്യങ്ങൾ ആര് റെഗുലേറ്റ് ചെയ്യുന്നു? ആ ബോഡിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. NFS, FAO, FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. FCI ഒരു വർഷം ചോദ്യപേപ്പറിൽ ചോദിച്ചിരുന്നു. എക്സ്പാൻഡ് FCI എന്നുള്ളത്. FSSI ആരാണ്? FSSI ആണ്. നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ ബാക്കിൽ നോക്കൂ, ഏത് അതോറിറ്റിയാണ് അതിനെ സർട്ടിഫൈ ചെയ്യുന്നത്? FSSI ആണ്. ഫുഡ് സെക്യൂരിറ്റി അതോറിറ്റി ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഫുഡ് സെക്യൂരിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ. യെസ്. അടുത്ത ചോദ്യം എന്താ? ദ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി റോം സ്റ്റാറ്റ്യൂട്ട്, ലണ്ടൻ ഡിക്ലറേഷൻ, പാരീസ് കോൺഫറൻസ്, വാഷിംഗ്ടൺ കൺവെൻഷൻ. എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? റോം സ്റ്റാറ്റ്യൂട്ട് ആണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതികളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ലോയിൽ നിന്നുള്ള ചോദ്യമാണ്. യെസ്, ആർട്ടിക്കിളിൽ നിന്നുള്ള ചോദ്യം ഞാൻ മുന്നേ പറഞ്ഞതാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ ലോ എന്നുള്ള ചോദ്യമൊക്കെ ആകെ 1 or 2 ഒക്കെ ആട്ടോ മുൻവർഷ പേപ്പറുകളിൽ വരുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇന്റർനാഷണൽ ലോ മുഴുവൻ പഠിക്കുക എന്നുള്ളതല്ല അവിടെ ചെയ്യേണ്ടത്. ആവശ്യമുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പോകണം. എന്ന് വിചാരിച്ചിട്ട് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പലതും ആവശ്യമാണ്. ജഡ്ജ്മെൻ്റ് ആവശ്യമാണ്, ആർട്ടിക്കിൾ ആവശ്യമാണ്, ആർട്ടിക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, ആർട്ടിക്കിളിൻ്റെ വേർഡിങ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ട പോലെ ഇന്റർനാഷണൽ ലോ പഠിക്കേണ്ട, എന്നാൽ ഇന്റർനാഷണൽ ലോയും പഠിച്ചിട്ട് തന്നെ പോകണം. അപ്പോൾ അതിൽ ചില ഏരിയ മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ വൈക്കേരിയസ് ലയബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ്? വെരി ഗുഡ്, നല്ല ചോദ്യമാണ്. സ്റ്റേറ്റിൻ്റെ വൈക്കേരിയസ് ലയബിലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജാമ്യയുടെ മുൻവർഷത്തെ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 33, ആർട്ടിക്കിൾ 73, ആർട്ടിക്കിൾ 300, ആർട്ടിക്കിൾ 395. ദ കറക്റ്റ് ആൻസർ ഇസ് ആർട്ടിക്കിൾ 300. ആർട്ടിക്കിൾ 300 ആണ് പിന്നെ സ്റ്റേറ്റിൻ്റെ വൈക്കേരിയസ് ലയബിലിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുമ്പോഴും എനിക്ക് പറയാനുള്ളത്, ജാമ്യ LLB എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ അതിനൊരു പ്രോപ്പർ കോച്ചിങ് ആവശ്യമാണ്, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് ആവശ്യമാണ്. കാരണം എന്തെങ്കിലും ഒന്ന് പഠിക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് കൃത്യമായി തിയറട്ടിക്കൽ നോളജ് കുട്ടിക്ക് ഉണ്ടായാൽ മാത്രമേ ജാമ്യ പ്രോപ്പറായിട്ട് ഒരു പരീക്ഷ പോലെ നിങ്ങൾക്ക് എഴുതി അതിൽ റിസൾട്ട് വാങ്ങി 30 സീറ്റിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഇനിയും മറ്റ് വീഡിയോകളുമായിട്ട് നിങ്ങളുമായിട്ട് സംവദിക്കാൻ സാധിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കട്ടെ. ഒരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ആരെങ്കിലും കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പിന്നെ വാതിൽ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്.